ആനന്ദ്, ചേലക്കരയിൽ ആവേശം എത്രത്തോളം ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്നു എന്ന നിശബ്ദ പ്രചരണമാണെങ്കിൽ പോലും ഓരോ വോട്ടർമാരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിൽ തന്നെയാണോ മുന്നണികൾ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നടന്ന കുട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ തന്നെയാണ് ചേലക്കര മണ്ഡലം. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ്. 3 സ്ഥാനാർത്ഥികളും, അതായത് 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും ഓരോ വീടുകളിലും കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിൽ തന്നെയാണ്. എന്തായാലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡെ അറിയിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് നടക്കുന്നത്. പോളിംഗിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായിട്ടുണ്ട്. അവസാന നിമിഷം വരെ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് ചേലക്കരയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലാകെ 2,13,103 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 1,01,903 പുരുഷന്മാരും 1,11,727 സ്ത്രീകളും 3 ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും ഈ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായി നിശ്ചയിച്ചിരിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുതുരുത്തി, പോളിംഗ് സ്റ്റേഷനുകളായി വിജ്ഞാപനം ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഇന്നുകൂടി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 7 മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. ശരി ആനന്ദ്. വയനാടും ചേലക്കരയും നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഇന്ന് നിശബ്ദ പ്രചരണം. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ.